ഹലോ, ഒരു ഫിഷ് കട്ട്ലേറ്റ് ചെയ്താലോ? അതിനായിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചോപ്പ് ചെയ്ത് വെക്കുക. കറിവേപ്പിലയും മല്ലിയിലയും ചോപ്പ് ചെയ്ത് വെക്കുക. ഒരു 4 സവാള ചോപ്പ് ചെയ്തത്, ഒരു 5 പൊട്ടറ്റോ പുഴുങ്ങി ഇതുപോലെ മാഷ് ചെയ്ത് എടുത്ത് വെക്കുക. നമുക്ക് പാത്രം വെക്കാം. അതിലേക്ക് ഓയിലൊഴിച്ച് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കണം. കുറച്ചുകൂടി എരിവ് വേണ്ടവർ ഈ പച്ചമുളകിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഇച്ചിരൂടെ കൂട്ടിയെടുത്താൽ മതിയായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമ്മൾ മസാലകളെല്ലാം ആഡ് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാലയൊക്കെ ഇട്ട് നന്നായി പച്ചമണം വരുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടത്തിനനുസരിച്ച് ഗരം മസാലയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പൊടികളെല്ലാം കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. മസാലയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫിഷ് പൊടിച്ച് വെച്ചിരിക്കുന്ന ചേർക്കാം. ഇത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി പൊടിച്ചെടുത്താണ്. നമുക്കിതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ദശക്കട്ടിയുള്ള ഏത് ഫിഷ് വേണേലും നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ എടുക്കാം. ഇനി ഇതെല്ലാം നമ്മുടെ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ സ്ഥലത്തും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോസ് എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ എല്ലാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ വേണം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ കട്ടയായിട്ടൊന്നും പൊട്ടറ്റോസ് എങ്ങും കിടക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്യുമോ അത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. ഇനി നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഇതിന് കോട്ടിങ്ങിന് ആവശ്യമായ റസ്ക് പൊടിച്ചെടുക്കാം. ഒരുപാട് തരികളില്ലാതെ വേണം ഈ റസ്ക് പൊടിച്ചെടുക്കാൻ. മുട്ടയുടെ വെള്ളയും നമുക്ക് ഇതിനാവശ്യമാണ്. പാൻ വെക്കാം. ഓയിലൊഴിച്ച് ചൂടാകുമ്പോഴേക്ക് മുട്ടയുടെ വെള്ളയിൽ മുക്കി റസ്ക് പൊടിയിൽ കവർ ചെയ്തെടുത്ത് നമുക്ക് ഓരോ കട്ട്ലേറ്റായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് കട്ട്ലേറ്റ് എല്ലാം ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഈ കട്ട്ലേറ്റ് എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ നമുക്ക് കട്ട്ലേറ്റ് എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.